മമ്മൂട്ടി നായകനായ എവർഗ്രീൻ ചിത്രം അമരത്തിന്റെ രണ്ടാം വരവിന്റെ ആവേശത്തിലാണ് മലയാളികളൊക്കെയും. 4K ദൃശ്യ മികവോടുകൂടിയാണ് ഈ ചിത്രം റിലീസിനെത്തിയത്. ചിത്രം തിയേറ്ററിൽ കാണാൻ സാധിച്ചതിന്റെ സന്തോഷം അണിയറ പ്രവർത്തകരുടെ കുടുംബവും പങ്കുവച്ചു. ജോയ്മോൻ ജോസ് ഇറക്കിയ റിപ്പോർട്ട് കാണാം. അമരം റീ റിലീസിന്റെ ആഘോഷത്തിലാണ് കൊച്ചി നഗരം. അതിൽ തന്നെയായാലും ആ എവർഗ്രീൻ സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയ അവരുടെ കുടുംബമാണ് നമ്മളോടൊപ്പം. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ കാണുന്നത് ആക്ച്വലി പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീൽ എന്ന് പറയുന്നത് അതിനെന്താന്ന് ഇമോട്ട് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് A to Z ഓരോ ഡയലോഗ്സ് അടക്കം അറിയുന്ന സിനിമയാണ് എങ്കിൽ പോലും നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു തിയേറ്ററിൻ്റെ അകത്തിരുന്ന് ഇരുട്ടിലിരുന്ന് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു എക്സ്ട്രാ എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാകും. എല്ലാം ഇപ്പോഴും ഫ്രഷ് ആയിട്ടുണ്ട്. 35 കൊല്ലം വിശ്വസിക്കാൻ പറ്റില്ല. പണ്ട് തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ. കേക്ക് മാത്രമല്ല, പണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. പണ്ട് തന്നെ ഈ സെറ്റിൽ പോയിട്ടുണ്ട്, ചെറുപ്പത്തിലെ പോയിട്ടുണ്ട്. ഒരുപാട് ഓർമ്മകളുള്ളൊരു ചിത്രമാണ്. ഇതിൻ്റെ പശ്ചാത്തല സംഗീതം, പാട്ടുകൾ എല്ലാം. സോ അതിയായ സന്തോഷമുണ്ടായി. എനിക്ക് അത് ആൾക്കാർ കാണും. കാരണം യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റുന്ന സിനിമയാണ്. അവർക്ക് പ്രേമമുണ്ട് അതിനകത്ത്, പിന്നെ അച്ഛൻ്റെ മകളുടെ തമ്മിലുള്ള സ്നേഹമുണ്ട്, എല്ലാ വികാരങ്ങളും ഉണ്ടല്ലോ. സത്യസന്ധമായൊരു സിനിമ. ചെറുതിലാണ് കണ്ടേക്കണം. അപ്പം ഇത്രയും ഇമോഷൻ നമുക്ക് ആ ഒരു പ്രായമല്ലല്ലോ. പക്ഷെ ഇപ്പം ഈ അഭിനയം കാണുമ്പോൾ ഇപ്പം ഇവർ മുരളിച്ചേട്ടൻ ഇവരൊക്കെ നമ്മളെ വിട്ടു പോയ അവരുടെയൊക്കെ അഭിനയം നമുക്ക് ശരിക്കും ഇപ്പം മിസ് ചെയ്യണേണ്. ശരിക്കും അവരിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നണ കുറച്ച് നിമിഷങ്ങളുണ്ട്. മമ്മൂക്കയുടെ അഭിനയമാണെങ്കിൽ ഈ ചിരിയും കരച്ചിലും എല്ലാം കൂടി വരുന്ന കുറച്ച് സീനുകളുണ്ട്. ഭയങ്കരമായിട്ട് വിഷമം. എല്ലാവരും വന്ന് കാണണം. ശരിക്കും നമ്മളിത് TV കാണുമ്പോൾ ഇത്രയും ആ ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. നമുക്ക് നമ്മുടെ ഒരു ഭാഗ്യമാണ് വീണ്ടും അത് തിയേറ്ററിൽ കാണാൻ പറ്റുന്നത്.